സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതാ പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. 6 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഭീഷ്മദ്രോണതടാജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സ്വതീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാണ്ഡവന്മാരാൽ അതിഭയങ്കരമായിട്ടുള്ള ആ കുരുക്ഷേത്ര യുദ്ധമാകുന്ന രണനദി തരണം ചെയ്യപ്പെട്ടു. അതിന് കാരണമായത് അവർക്ക് കൈവർത്തകനായി അഥവാ അവരുടെ കപ്പിത്താനായി സാക്ഷാൽ ഭഗവാൻ കേശവൻ തന്നെ കൂടെ ഉണ്ടായിരുന്നതാണ് അതിന് കാരണം എന്ന് എടുത്തു പറഞ്ഞു. ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ടാണ്, അവർ ധാർമ്മികന്മാരായതുകൊണ്ടാണ്. ഭഗവാനെ ആശ്രയിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ധാർമ്മികന്മാരായി മാറും. അപ്പൊ അവരുടെ ആ ധാർമ്മികത തന്നെയാണ് അവരെ ഭഗവാനോട് അടുപ്പിച്ചതും. അങ്ങനെ ഭഗവാന്റെ സഹായത്തോടുകൂടെ അവര് ഈ ഭീഷ്മദ്രോണാദികളാകുന്ന ഭയങ്കരന്മാരെയൊക്കെ നിഗ്രഹിച്ച് മഹാഭാരത യുദ്ധത്തിൽ ജയം നേടാൻ അവർക്ക് സാധിച്ചതും. ഇനി അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം മഹാഭാരതത്തെ സ്തുതിക്കുന്നതാണ്. മഹാഭാരതം എന്ന ഒരു താമരയോട് മമിച്ചിരിക്കണം മഹാഭാരതത്തെ. ഇപ്പൊ മഹാഭാരതം എന്ന പങ്കജം ഞങ്ങൾക്ക് ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നഹ ശ്രേയസേ ഭൂയാത് ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി നഹ ശ്രേയസേ. ഇപ്പൊ നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം, ഞങ്ങളുടെ, ശ്രേയസേ ഭൂയാത് ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കട്ടെ. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള നന്മ എന്നർത്ഥം. അപ്പൊ നമ്മുടെ നന്മയ്ക്കായിക്കൊണ്ട് പരമമായ ശ്രേയസ്സിന് അഥവാ നമ്മളെ മോക്ഷ പദവിയിലേക്ക് നയിക്കാൻ ആ മഹാഭാരതമാകുന്ന പങ്കജം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇതിലെ പ്രാർത്ഥന. അപ്പൊ താമരയോട് ഉപമിച്ചപ്പോ ആ താമരയ്ക്ക് വേണ്ടതായിട്ടുള്ള വിശേഷണങ്ങൾ, താമരയെ ഏതൊക്കെ രീതിയിൽ വിശേഷിപ്പിക്കാമോ അതേ രീതിയിൽ ഈ മഹാഭാരതം എന്ന താമരയെ വിശേഷിപ്പിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. ആ വരികൾ നോക്കാം നമുക്ക്. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈർ അഹരഹർപ്പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി നഹ ശ്രേയസേ. അപ്പോ താമര വെള്ളത്തിലാണ് ഉണ്ടാവുക, അല്ലെ? ഇവിടെ ഏതാണ് വെള്ളം? ഈ മഹാഭാരതം എന്ന താമരയ്ക്ക് ഈ താമര വികസിച്ചതായിട്ടുള്ള വെള്ളം പാരാശര്യ വചസരോജം എന്ന് ഈ താമരയെ വിശേഷിപ്പിച്ചു. സരോജം എന്ന താമരയ്ക്ക് വിശേഷണം, അല്ലെ? സരസിൽ ജാതമായത് സരോജം, ജലാശയത്തിൽ ഉണ്ടാവുന്നതാണ് സരോജം, സരസിൽ ജാതമാകുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു സരസിൽ നിന്നാണ് ആവിർഭവിച്ചത് ഈ മഹാഭാരതം എന്ന പങ്കജം. ഏതാണ് സരസ്? പാരാശര്യ വചസരോജം. പരാശര്യൻ എന്ന് പറഞ്ഞാൽ പരാശരന്റെ പുത്രൻ.
ആരാണ്? വേദവ്യാസൻ. അപ്പൊ പരാശരപുത്രനായ വേദവ്യാസന്റെ വചസ്സുകളാകുന്ന, വാക്കുകളാകുന്ന സരസിൽ ജാതമായതും. അപ്പോൾ സരസ് എന്ന് പറഞ്ഞാൽ തന്നെ രസമുള്ളതാണ് സരസ്. ജലത്തിന്റെ ഒരു പര്യായമാണ് രസം. രസേന വർത്തതേ ഇതി സരഹ എന്നാണ് സരസ് എന്നുള്ള പദത്തിന്റെ അർത്ഥവും. സരസ് എന്ന് പറഞ്ഞാൽ രസമുള്ളത്. രസം എന്നാൽ ജലം. രസതന്മാത്രയാണ് ജലത്തിന്റെ കാരണം. ജലമുണ്ടായത് രസത്തിൽ നിന്നാണ്, അല്ലെ? ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി എന്നുള്ളതായിട്ട് ക്രമത്തിൽ ഉണ്ടാകുമ്പോൾ അഗ്നിയിൽ നിന്നുണ്ടാകുന്നത് രസമാണ്. രസത്തിൽ നിന്നാണ് പിന്നെ ജലമുണ്ടാകുന്നത്. ആ ജലത്തിൽ നിന്ന് ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് പൃഥ്വിയും. അങ്ങനെയാണ് സൃഷ്ടിയുടെ ഒരു ക്രമം പറയുമ്പോൾ പറയും. അപ്പൊ രസം തന്നെയാണ്, രസതന്മാത്രകൾ തന്നെയാണ് ജലം. അപ്പൊ ജലവും രസവും പര്യായ ശബ്ദങ്ങളാണ്. ഇവിടെ വേദവ്യാസന്റെ വാക്കുകൾ അതിനെ സരസിനോട് ഉപമിച്ചപ്പോ അതൊരു വലിയ രസപൂർണമായിട്ടുള്ള ഒരു സരസ് തന്നെയാണ്. രസം തന്നെയാണ് അതിൽ മുഴുവൻ എന്ന് പറയുക. മഹാഭാരതം എന്നത് രസമയം. ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, പിബത ഭാഗവതം രസമാലയം, അല്ലെ? രസത്തിന്റെ ആലയമാണത് എന്നുള്ള അർത്ഥത്തിലും പറയും. പിബത ഭാഗവതം രസം, ആ ഭാഗവതമാകുന്ന രസത്തെ നിങ്ങൾ പാനം ചെയ്യൂ. രസത്തിന്റെ ആലയമാണത്, രസത്തിന്റെ ഇരിപ്പിടമാണ്. അത് നിങ്ങൾ എപ്പോഴും പാനം ചെയ്യൂ. ഇപ്പൊ വേദവ്യാസന്റെ കൃതികളൊക്കെ തന്നെ രസമയമാണ്, ആനന്ദരസത്തിലേക്ക് നയിക്കുന്നതുമാണ്. മറ്റു പല രസങ്ങളും അതിലുണ്ട്, നവരസങ്ങളും ഉണ്ട് അതില്, അല്ലെ? ശൃംഗാരമാവട്ടെ, ബീഭത്സമാവട്ടെ, ഭയാനകമാവട്ടെ, അല്ലെങ്കിൽ ജുഗുപ്സയാവട്ടെ, രൗദ്രമാവട്ടെ, ദുഃഖമാവട്ടെ, അങ്ങനെയുള്ള പല രസങ്ങളുണ്ടല്ലോ, നവരസങ്ങൾ. ആ രസങ്ങളൊക്കെ അതില് ഉണ്ട്. അവസാനം അത് ശാന്തം എന്ന രസത്തിലേക്കും ആനന്ദം എന്ന അവസ്ഥയിലേക്കും നയിക്കുന്നതും കൂടിയാണ് വേദവ്യാസന്റെ വാക്കുകൾ. അതുകൊണ്ട് അത് രസമയം തന്നെയാണ്. അപ്പൊ ഇവിടെ പരാശരന്റെ അല്ലെങ്കിൽ വേദവ്യാസന്റെ വാക്കുകളെ ഒരു രസമയമായ ഒരു ജലാശയത്തോട് ഉപമിച്ച് അതിൽ നിന്നുണ്ടായ ഒരു വൈവിധ്യമേറിയ ഒരു താമരയാണ് ഈ മഹാഭാരതം. എങ്ങനെയാണോ ഒരു താമരയില് അനേക തരത്തിലുള്ളതായിട്ടുള്ള ദളങ്ങളുള്ളത്, താമരയ്ക്ക് ശതപത്രം എന്നൊക്കെ പേരുണ്ട്, നൂറുകണക്കിന് ദളങ്ങളുള്ളത് എന്നാണ്. ആ ഓരോ ദളങ്ങളും ഓരോ വൈവിധ്യങ്ങളോട് കൂടിയതായിരിക്കും. ഏറ്റവും താഴെ തട്ടിലുള്ളതായിട്ടുള്ള ദളങ്ങൾക്ക് ഒരു നിറവും ഒരു ഘനവും ഒരു വലുപ്പവുമായിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് വരുംതോറും നിറത്തിന് കാഠിന്യം കൂടും, കൂടുതൽ മൃദുവാകും, ഗന്ധം കൂടും, ചെറുതായി വരും, അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് വരുംതോറും ചെറുതായി വരികയും ഘനം കൂടി വരികയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വൈവിധ്യമാർന്നതാണ് ഒരു താമര എന്ന് പറഞ്ഞാൽ. താമരയുടെ അനേക ദളങ്ങൾ. അതുപോലെ അതിന്റെ പുറം ഭാഗത്ത് പച്ച നിറമൊക്കെ ഉണ്ടാവും, അതിന്റെ ഇലകൾ പച്ച, അതിന്റെ തണ്ടിന് വെളുത്ത നിറം, ഇങ്ങനെ വൈവിധ്യങ്ങൾ. അതിന്റെ ഉള്ളിലെ നടുവില് കേസരം മഞ്ഞ നിറം, ഇങ്ങനെ വൈവിധ്യങ്ങളിലൊരു സമാഹാരമാണ് ഒരു താമര എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ അനേക ആഖ്യായികകളും ഉപാഖ്യാനങ്ങളും ഉപദേശങ്ങളും എല്ലാം നിറഞ്ഞതായിട്ടുള്ളൊരു താമരയാണ് ഇവിടെ മഹാഭാരതം എന്ന് പറയണം. പരാശര്യ വചസ്സരോജം, പരാശര്യന്റെ വാക്കുകളാകുന്ന സരസ്സിൽ ജനിച്ചതും, അമലം, അത് താമര എങ്ങനെയാണോ എപ്പോഴും ചെളിയിലാണ് ഉണ്ടായതെങ്കിലും അത് പങ്കജം എന്നതിന് പേര്, അല്ലെ? താമരയ്ക്ക് പങ്കജം, പങ്കത്തിൽ ജനിച്ചത്, ചെളിയിൽ ചേറിലുണ്ടായത്. പക്ഷെ ഒരു തുള്ളി ചേറ് താമരയിൽ ഉണ്ടാവില്ല, ഏറ്റവും പരിശുദ്ധമായിരിക്കും. അതുപോലെയാണ് ഈ മഹാഭാരതവും. കൗരവ പാണ്ഡവന്മാരുടെ യുദ്ധത്തിൻ്റെയും ശത്രുതകളുടെയും ഒരുപാട് അധർമ്മങ്ങളുടെയും ഒക്കെ
കഥയാണതിൽ പറയുന്നതെങ്കിലും അത് നമ്മളെ ശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. ഈ കഥകൾ വായിക്കുന്ന നമ്മൾ ആ കഥകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൗരവന്മാരെ പോലെ ആയിക്കൂടാ. കൗരവന്മാരും അവരെ സഹായിക്കുന്നതായിട്ടുള്ള ആളുകളും അധർമ്മപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു, അവർക്ക് സർവനാശമാണുണ്ടായത്, അവരെ പോലെ ആയിക്കൂടാ എന്ന് പാഠം പഠിക്കുകയും പാണ്ഡവന്മാരുടെ നന്മകളെ നമ്മൾ കാണുകയും അവർക്കുണ്ടാകുന്ന ആത്യന്തികമായിട്ടുള്ള വിജയത്തെ, ആ വിജയം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു ചെയ്യുന്നു. യതോ ധർമ്മ തതോ ജയ. ഇതാണ് മഹാഭാരതത്തിന്റെ സന്ദേശം. യതോ ധർമ്മ തതോ ജയ. എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയമുള്ളത് എന്ന് മഹാഭാരതം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ പക്ഷത്താണ് ജയം. അതുകൊണ്ട് നമ്മളെല്ലാവരും ധർമ്മപക്ഷത്ത് നിൽക്കണം എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് മഹാഭാരത കഥ. അപ്പൊ തീർച്ചയായിട്ടും കേൾക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കുന്ന അമലമായിട്ടുള്ള ഒരു താമരയാണ്, നിർമ്മലമായിട്ടുള്ള ഒരു താമരയാണ് ഈ മഹാഭാരതം. അതിൽ ആണ് ഈ ശ്രീമദ് ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും സനൽ സുജാതീയവും വിതുരനീതിയും അതുപോലെ അനേക മറ്റ് ഗീതകളും. ഇതേപോലെ ഇനിയൊരു ഗീത കൂടിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അർജുനനെ ഉപദേശിക്കുന്ന ഒരു ഗീത. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അനുഗീത എന്നാണ് അതിന് പേര്. അനുഗീത. അനു എന്നാൽ പിന്നാലെ, പിന്തുടർന്നത് എന്നൊക്കെ അർത്ഥത്തില്. അപ്പൊ ഈ ഗീതയുടെ പുറകെ വന്ന ഗീത എന്നുള്ള അർത്ഥത്തില് ഒറിജിനൽ ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് പുറകെ ഉണ്ടായ ഒരു ഗീതയാണ് അനുഗീത. അതും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഉപദേശിച്ചതാണ്. അത് ഇതിനേക്കാട്ടിലും വലുതാ. 1000-ലധികം ശ്ലോകങ്ങളുള്ളതായിട്ടൊരു ഗീത. അത് വേറൊരു തലമാണ്. അത് യുദ്ധരംഗത്ത് വെച്ച് പറയപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ തലം മാറുന്നുണ്ട്. അർജുനനെ നിവൃത്തിയിലേക്ക് നയിക്കുന്നതാണ് അനുഗീത. എന്നാൽ അർജുനനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതായതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ലോകത്തില് ഇത്രയും സ്ഥാനം. കാരണം ഈ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും വേണ്ടത് ആ പ്രവൃത്തി പദത്തിലേക്കുള്ള വഴികാട്ടിയാണ്. ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം ആളുകളും ഈ ജനിച്ചു വരുന്നത് തന്നെ വാസനാസമ്പന്നരായിട്ടാണ്. സനകാദികളെ പോലെ നിവൃത്തി നിരതന്മാരായി, മോക്ഷൈക പരായണന്മാരായി, വൈരാഗ്യ മൂർത്തികളായി അല്ല ആളുകൾ ജനിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും പല ആഗ്രഹങ്ങളും വാസനകളും, ജീവിതത്തിലെ പല ലക്ഷ്യങ്ങൾ നേടാൻ ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗങ്ങളിൽ തൽപരരാണ് ബഹുഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം ജനങ്ങളും. കോടിക്കണക്കിന് ആളുകളിൽ ഒരാളാണ് നിവൃത്തിക്ക് അർഹനായി യോഗ്യനായിട്ടുള്ള ആളുകൾ. നിവൃത്തി നിരതന്മാരാവാൻ സനകാദികളെ പോലെയുള്ളവർ, സുഖബ്രഹ്മർഷിയെ പോലെയുള്ളവർ വളരെ ചുരുക്കമാണ് ഈ ലോകത്ത്. അപ്പൊ പ്രവൃത്തി ധർമ്മം അതാണ് സാമാന്യ ജനങ്ങൾക്കൊക്കെ വേണ്ടത്, അതാണ് ഉപദേശിക്കേണ്ടത്. നിവൃത്തിധർമ്മം പ്രവൃത്തിക്ക് ശേഷം ആണ് വേണ്ടത്. റിട്ടയർമെന്റ്, ആക്റ്റീവ് ലൈഫിൽ നിന്ന് റിട്ടയർമെന്റ്, നിവൃത്തി ധർമ്മം, അത് വളരെ ചുരുക്കം ആളുകൾക്കേ അതിനുള്ള യോഗ്യത ആവുന്നുള്ളൂ. അപ്പൊ അവർക്കുള്ളതാണ് നിവൃത്തിക്കുള്ള ഉപദേശം. അതാണ് വാസ്തവത്തിൽ അനുഗീതയിൽ. ഇതേ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ ഉപദേശിച്ച അനുഗീത എന്ന് പറയുമ്പോഴേക്കും ഭഗവാന്റെ ടോൺ മാറും. അർജുനനെ നിവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. എങ്ങനെയാണോ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചത്, ആ ഉദ്ധവൻ ഉപദേശിച്ചത് നിവൃത്തി പ്രധാനമായിട്ടുള്ളതാണ്. ഉദ്ധവനെ സന്യസിക്കാനാണ് ഭഗവാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ?
ഭഗവാനെ വിട്ടുപോകാൻ മനസ്സില്ലാതെ, യാദവന്മാരെ വിട്ടുപോകാൻ മനസ്സില്ലാതെ വിഷമിക്കുന്നതായിട്ടുള്ള ഉദ്ധവനോട് എങ്ങനെ മനസ്സിൽ നിന്ന് എല്ലാവരോടുള്ളതായിട്ടുള്ള മമതയെ ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി പോകാം എന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവോപദേശത്തിൽ ആദ്യമായിട്ട് തന്നെ അവധൂത ഗീത അവതരിപ്പിച്ചത്, അല്ലേ? 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് ദത്താത്രേയ മഹർഷിയാകുന്ന അവധൂതൻ എങ്ങനെ ഈ ലോകത്തിൽ നിവൃത്തി നിരതനായി സ്വതന്ത്രനായി ഒന്നിലും സംഘമില്ലാതെ സഞ്ചരിച്ചു, ആ അവധൂതനാകുന്ന ദത്താത്രേയ മഹർഷിയുടെ കഥ പറഞ്ഞുകൊടുത്ത് 24 ഗുരുക്കന്മാരുടെ തത്വം പറഞ്ഞുകൊടുത്ത്, ഹേ ഉദ്ധവ, ഇത് കണ്ടില്ലേ ആ മഹാത്മാവ് എങ്ങനെ അദ്ദേഹം നിസ്സംഗനായി സഞ്ചരിച്ചു ലോകത്തിൽ, അതുപോലെ നീയും എല്ലാവരോടുള്ള മമതയെ വെടിഞ്ഞ് ഈ വൃഷ്ണി വംശത്തോട്, യാദവ വംശത്തോട്, എന്നോടടക്കമുള്ളതായിട്ടുള്ള നിന്റെ മമതയെ വെടിഞ്ഞുകൊണ്ട് നീ ബദരികാശ്രമത്തിലേക്ക് പോകൂ, അവിടെ ചെന്ന് ആത്മീയമായിട്ടുള്ള സാധനകൾ ചെയ്ത് തപസ്സനുഷ്ഠിച്ച് ജീവിക്കൂ എന്ന് ഉള്ളതായിട്ടുള്ള ഉപദേശമാണ് ഉദ്ധവന് കൊടുത്തത്. അപ്പൊ ഉദ്ധവന് സന്യാസത്തിനുള്ള ഉപദേശമാണ് ഭഗവാൻ കൊടുത്തത്. അപ്പൊ അതേപോലെയുള്ള ഒരു ഉപദേശമാണ് അനുഗീത. എന്നാൽ ഇവിടെ ഈ ഭഗവത്ഗീത, നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ഭഗവത്ഗീത, അത് സന്യാസികൾക്കുള്ളതല്ല, സന്യസിക്കാനുള്ള ഉപദേശമല്ല. സന്യസിക്കാൻ അധികാരികളായവർ സന്യസിച്ചോട്ടെ. പ്രധാനമായിട്ടും അർജുനനെ പോലെയുള്ള യുവാക്കളോട്, കർമ്മരംഗത്ത് നിൽക്കുന്നവരോടുള്ളതായിട്ടുള്ള ഉപദേശമാണ്. കർമ്മണ്യേവ അധികാരസ്തേ എന്ന് ഭഗവാൻ അർജുനനോട് ഉറപ്പിച്ചു പറഞ്ഞതാണ്. കർമ്മണ്യേവ അധികാരസ്തേ തേ അധികാരഃ കർമ്മണിയേവ. നിനക്ക് യോഗ്യത കർമ്മം ചെയ്യാനാണ്, റിട്ടയർ ചെയ്യാനായിട്ടില്ല, സന്യസിക്കാനായിട്ടില്ല. ന സന്യാസേ എന്നാണ് അവിടെ അർത്ഥം. സന്യാസേ തേ അധികാരഃ നാസ്തി. നിനക്ക് സന്യസിക്കാനുള്ള യോഗ്യതയായിട്ടില്ല, നീ അതിനുള്ള പക്വതയായിട്ടില്ല, നീ ഇപ്പൊ കർമ്മം ചെയ്യാനാണ് അധികാരിയായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ തൻ്റെ സ്വധർമ്മത്തിലേക്ക്, അർജുനൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗീത, ഈ മഹാഭാരത യുദ്ധരംഗത്ത് അവതരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഗീത. അപ്പൊ ഈ ഗീതയും മറ്റ് ഗീതകളും വിഷ്ണു സഹസ്രനാമവും ഭീഷ്മന്റെ ധർമ്മ ഉപദേശങ്ങളും സരശയ്യയിൽ കിടന്നുകൊണ്ട് 30,000-ൽ പരം ശ്ലോകങ്ങളെ കൊണ്ട് ഭീഷ്മ പിതാമഹൻ കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. അതുമൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള പാപവാസനകളെ കഴുകിക്കളയുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള അമലമായിട്ടുള്ള സരോജമാണ് ഈ ഭാരത പങ്കജം. ഗീതാർത്ഥ ഗന്ധോത്കടം. ഒരു താമരയാവുമ്പോൾ നല്ല സുഗന്ധം വേണം. ഇവിടെ ഏതാണ് സുഗന്ധം? ഭഗവത്ഗീതയുടെ അർത്ഥം, അതാണ് ഇതിന്റെ ഗന്ധം. ആ ഗന്ധം കൊണ്ട് ഉൽക്കടം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൗരഭ്യമേറിയത്, വർദ്ധിച്ച സൗരഭ്യത്തോടു കൂടിയതാണ്. ഏതാണ് ഇതിലെ സുരഭി? മഹാഭാരതം എന്ന താമരയ്ക്ക് ഏറ്റവും സുഗന്ധത്തെ കൊടുക്കുന്നത് ഭഗവത്ഗീതയുടെ അർത്ഥമാണ്. ഗീതാർത്ഥ ഗന്ധോത്കടം, ഗീതാർത്ഥമാകുന്ന ഗന്ധം കൊണ്ട് ഉൽക്കടമായിരിക്കുന്നതും ശോഭിക്കുന്നതും മഹത്തായിരിക്കുന്നതും ഒക്കെ അർത്ഥം. നാനാ ആഖ്യാനക കേസരം. താമരയ്ക്ക് നടുവിലുള്ളതായിട്ടുള്ള ആ മഞ്ഞ അരികൾ പോലെയുള്ളതായിട്ടുള്ള ഭാഗമാണ്, പൂമ്പൊടികളും അരികളും ചേർന്ന് കിടക്കുന്നതായിട്ടുള്ള ഭാഗമാണ് കേസരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നാന ആഖ്യാനക കേസരം, അനേക അരികളുണ്ടാവും താമരയുടെ നടുവില്. അതുപോലെ ഈ മഹാഭാരതത്തിൽ അനേക ഉപകഥകളുണ്ട്, ആഖ്യായികകൾ ഉണ്ട്. അതാണ് നാനാ ആഖ്യാനക കേസരം. ഒരു രാമായണം വിസ്തരിച്ചുണ്ട് മഹാഭാരതത്തില്, നളചരിതം മുതലായ കഥകൾ. അതുപോലെ അനേക രാജാക്കന്മാരുടെ കഥകൾ. ഓരോ സന്ദർഭത്തിലും ഭീഷ്മൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് തന്നെ അനേക കഥകൾ
പഴയ കഥകൾ, പുരാണ കഥകളും ഐതിഹാസിക കഥകളും ഐതിഹ്യങ്ങളും അനേക ആഖ്യാനങ്ങൾ ഭീഷ്മപിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ വനവാസകാലത്ത് യുധിഷ്ഠിരൻ വിഷമിക്കുന്നതായിട്ട് കാലത്താണ് വ്യാസൻ, ദൗമ്യൻ മുതലായ ഋഷീശ്വരന്മാർ, മാർക്കണ്ഡേയ മഹർഷി ഒക്കെ വന്ന് യുധിഷ്ഠിരന് വേണ്ടി അനേക കഥകളും ഉപകഥകളും പറഞ്ഞുകൊടുത്ത് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നത്. ആ കൂട്ടത്തിലാണ് മാർക്കണ്ഡേയ മഹർഷി രാമായണവും നളചരിതവും ഒക്കെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊന്നും മഹാഭാരതത്തിന്റെ മെയിൻ സ്ട്രീം കഥയല്ല, പക്ഷെ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാനായി കൊണ്ട് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള കഥ. യുധിഷ്ഠിരനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണം, അങ്ങേക്ക് ഇത്രയല്ലേ വിഷമമുള്ളൂ, ഇതിനേക്കാൾ വിഷമിച്ചതായിട്ടുള്ള ആൾക്കാരുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ കഥ പറഞ്ഞു കൊടുത്തത്. യുധിഷ്ഠിരനെ സഹായിക്കാൻ 5 സഹോദരന്മാർ, 4 സഹോദരന്മാരുണ്ട്, ഭാര്യ കൂടെ തന്നെ ഉണ്ട്. മറ്റേ രാമന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, അതിലായിരുന്നു രാമന്റെ കഷ്ടം മുഴുവൻ, അല്ലേ? ഒരു സഹോദരനെ കൂടെ ഉണ്ടായുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞതായിട്ടുള്ള രാമന്റെ കഥ. ധർമ്മനിഷ്ഠനായിട്ടും ക്ലേശങ്ങൾ മാത്രം അനുഭവിച്ച രാമന്റെ കഥ. അതുപോലെ നളന്റെ കഥയും, നളൻ എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി പോലും ഇല്ലാതായ ആ നളന്റെ കഷ്ടങ്ങളുടെ കഥ. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് എത്രയോ ഭാഗ്യവാനാണ്, അങ്ങക്ക് എല്ലാം ഉണ്ട്, 4 ബലവീരന്മാരായിട്ടുള്ള സഹോദരന്മാർ കൂടെയുണ്ട്, ഭാര്യ കൂടെ തന്നെ ഉണ്ട് സേവിക്കാനായിക്കൊണ്ട്, ഞങ്ങളെ പോലെയുള്ള ആളുകൾ എപ്പോഴും സഹായത്തിനുണ്ട് കൂടെ. ശ്രീകൃഷ്ണൻ നിങ്ങൾ വിളിച്ചാ വെളിപ്പുറത്താണ്, ഇങ്ങനെ നിങ്ങൾ സുഖമായിട്ടല്ലേ വനവാസം ചെയ്യുന്നത്, എന്തിനാ വിഷമിക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അനേക കഥകൾ മാർക്കണ്ഡേയ മഹർഷി വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ആഖ്യായികകൾ. നാനാ ആഖ്യാനക കേസരം, അനേക ആഖ്യായികകളോടുകൂടിയ മഹാഭാരതത്തിന്റെ ആരംഭത്തിൽ തന്നെ ഏതൊക്കെയോ കഥകൾ തോട്ടത്, ഡയറക്റ്റായിട്ട് ബന്ധമില്ലാത്ത കഥകൾ ഒരുപാട് വരുന്നുണ്ട്. എന്താ പറയുക, വിനതയുടെയും കദ്രുവിന്റെയും ശാപകഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭം തന്നെ. നാഗങ്ങളും ഗരുഡനും തമ്മിലുള്ളതായിട്ടുള്ള ശത്രുതയുടെ കഥ പറഞ്ഞുകൊണ്ടും അമൃതമഥനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടും അങ്ങനെ അനേക കഥകൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭം തന്നെ. അപ്പൊ അങ്ങനെ ഒരുപാട് ശാഖോപശാഖകളായി ശാഖാചംക്രമണം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ആഖ്യായികൾ മഹാഭാരതത്തിൽ വിപുലമായിട്ടുണ്ട്. അതിവിടെ കേസരത്തോട് ഉപമിച്ചിരിക്കുന്നു. നാനാഖ്യാനക കേസരം, എണ്ണമില്ലാത്ത ഉപകഥകളോടുകൂടിയതും ഉപകഥകളാകുന്ന കേസരത്തോടു കൂടിയതും. ഹരികഥാ സംബോധനാബോധിതം, ഹരികഥ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ കഥയോട് ബന്ധപ്പെട്ടതും അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് അലങ്കൃതമായതും, അല്ലെ? വിഷ്ണു സഹസ്രനാമം മുതലായ ഭഗവാന്റെ നാമാവലികൾ കൊണ്ട് അലങ്കൃതമാണ് ഈ ശ്രീമദ് മഹാഭാരതം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഹരികഥയും ഹരിയുടെ സംബോധനകൾ കൊണ്ടും ഉണർത്തപ്പെട്ടത്, ബോധിതമാക്കിയത്. ഇനി ഈ താമരയെ സേവിക്കുന്ന വണ്ടുകൾ ഏതാ? ഷഡ്പദങ്ങൾ, തേനീച്ചകളും വണ്ടുകളും ഉണ്ട്, അല്ലെ? താമരയാവുമ്പോൾ വണ്ടുകളും തേനീച്ചകളും ധാരാളം ഉണ്ടാവും. ലോകേ സജ്ജന ഷഡ്പദൈർ അഹരഹഃ പേപീയമാനം മുദാ, ഈ ലോകത്തിൽ സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങളാൽ അഹരഹ ദിനംതോറും എന്നും മുദാപേപീയമാനം അവർ സന്തോഷപൂർവം പാനം ചെയ്യുന്നു. മഹാഭാരതം സജ്ജനങ്ങൾ പാനം ചെയ്യുന്നു. സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങളാണ് ഇതിലെ തേൻ കുടിക്കുന്നവർ. അപ്പൊ മഹാഭാരതം ഗൃഹങ്ങളിൽ വെക്കാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ മൂഢജനങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. മൂഢജനങ്ങൾ ആരാ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്നറിയില്ല. മഹാഭാരതം വീട്ടിൽ വെച്ചാൽ കലഹം ഉണ്ടാവുന്ന, മഹാഭാരതം ഇല്ലാത്ത വീട്ടിലൊന്നും കലഹം ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം മഹാഭാരതം ഇല്ലാത്ത വീട്ടിലൊന്നും കലഹം ഇല്ലേ? അതിലാണല്ലോ കൂടുതലുള്ളത്.
മഹാഭാരതം വായിച്ചാൽ കലഹങ്ങളുടെ കാരണം പിടികിട്ടുകയും അനാവശ്യമായ കലഹങ്ങൾ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. കലഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, ധാർമ്മിക ബോധമുണർത്തുന്ന, മനുഷ്യനെ അനന്തമായ അറിവ് നൽകി അനുഗ്രഹിക്കുന്ന, ലോക സ്വഭാവം കാണിച്ചു തരുന്ന, വിശാല വീക്ഷണം തരുന്ന അറിവിന്റെ സാഗരമായിട്ടുള്ള മഹാഭാരതം വീട്ടിൽ വെച്ചാൽ വായിച്ചാൽ കലഹമുണ്ടാവെന്ന് പറയുന്ന മൂഢന്മാരെ എന്തുകൊണ്ടാണ് അടിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. വ്യാസൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഴുതി വെച്ചത് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്തിനാ വ്യാസൻ ഇത്രയും കഷ്ടപ്പെട്ട് 1,00,000 ശ്ലോകങ്ങളോടെ, അതും ഗണേശ ഭഗവാനാ അത് ലേഖനം ചെയ്തത്, എഴുതിയത്. ഗണേശ ഭഗവാന് ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു അത് എഴുതുമ്പോ? അല്ലേ? വ്യാസന്റെ ലേഖകൻ ആരായിരുന്നു? സ്റ്റെനോഗ്രാഫർ, ആദ്യത്തെ സ്റ്റെനോഗ്രാഫർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആരാണ്? സാക്ഷാൽ ഗണേശ ഭഗവാനാണെന്ന് മഹാഭാരത ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഗണേശ ഭഗവാനെ കൊണ്ടാണ് അത് എഴുതിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം ലോകത്തിന് ഉപദ്രവകരമായിട്ടുള്ളതാണോ എഴുതി വെക്കുക? ഗണേശ ഭഗവാന്റെ കൈ കൊണ്ട് എഴുതിയതിൽ അമംഗളങ്ങൾ ഉണ്ടാകുമോ? ഗണേശ ഭഗവാനെ പോലും അതിശയിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരു കൃതിയാണ് അത്ഭുതമായിട്ടുള്ള ഈ മഹാഭാരതം. ഇത് വായിക്കാൻ ഭാഗ്യം ചെയ്യണം, സുഹൃതം ചെയ്യണം. പുണ്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് വായിക്കാൻ സാധിക്കുള്ളൂ. ഇനി അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം, ഗുരുമുഖത്ത് നിന്ന് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ വായിച്ചാലും വായിച്ച് നമുക്കുള്ളതായിട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ അറിവുള്ളവരോട് നമ്മൾ ചോദ്യം ചെയ്യണം. അത് നിങ്ങളുടെ സൗകര്യത്തിനല്ല, അറിവുള്ളവരുടെ സൗകര്യം നോക്കി അവരെ സമീപിച്ചുകൊണ്ട് ആ ഗുരുവിന് വിധേയരായിക്കൊണ്ട് ഗുരുവിനോട് സൗകര്യം പോലെ പറഞ്ഞു തരണം എന്ന് പറയണം. അല്ലാതെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴേക്കും ഉടനെ ഉത്തരം കിട്ടണം എന്ന് പറയാൻ പാടില്ല ഗുരുക്കന്മാരോട്. ഒരു ഫോണിൽ ഒരു കോൾ ചെയ്തിട്ട് ഉടനെ മറുപടി വേണം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഉടനെ മറുപടി വേണം. ആ ശാഠ്യം പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനാണ് ചോദിക്കുന്നത്. പറയുന്ന ആളുകൾക്ക് എപ്പോഴാണ് സൗകര്യം, എപ്പോഴാണ് അവർക്ക് അതിനുള്ള ഒഴിവുണ്ടാവുക, എപ്പോഴാണ് അവർ സൗകര്യമായിട്ട് പറഞ്ഞു തരിക, അപ്പോൾ കേൾക്കാൻ തയ്യാറാവണം. അല്ലാതെ നിങ്ങളുടെ ചോദ്യം ചോദിച്ച ആളുടെ സൗകര്യത്തിനല്ല ഉത്തരം പറയുന്ന ആൾക്ക് ഒരു ബാധ്യതയുമില്ല അങ്ങനെ പറഞ്ഞു തരാം. അത് അദ്ദേഹത്തിന്റെ സന്മനസ്സാണ്. അപ്പൊ ഗുരുക്കന്മാരെ, അറിവുള്ളവരെ സമീപിക്കുമ്പോൾ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിക്കൊണ്ട്. അതാണ് ഗുരൂപസക്തി എന്ന് പറയുക. ഗുരുക്കന്മാരെ മര്യാദയ്ക്ക് സമീപിക്കുക, വിനയത്തോടുകൂടെ അവരുടെ ഒഴിവ് നോക്കിക്കൊണ്ട്, അവർ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, വേറൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ, മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവരോട് ചെന്ന് ചോദ്യം ചെയ്യുക. തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി പറഞ്ഞു തരാൻ മനസ്സുള്ളവരാണ് ഗുരുക്കന്മാരൊക്കെ, അറിവുള്ളവരൊക്കെ. അപ്പൊ ഇത്തിരി ആ ഗ്രഹിക്കുന്ന കാര്യത്തിൽ, ഈ കഥകളിൽ നിന്ന് അതിൻ്റെ താല്പര്യം ഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. മഹാഭാരതം മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ വികലമായിട്ടാണ് പലരും. മഹാഭാരതം മനസ്സിലാക്കണമെങ്കിൽ അതിന് വേദത്തെക്കുറിച്ച്, വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ധർമ്മങ്ങളെക്കുറിച്ച്, മറ്റ് ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകൾക്ക് മാത്രമേ മഹാഭാരതത്തെ നേരായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഇന്നത്തെ ഭാഷയിൽ, ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാഭാരതത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ, വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് വികല വീക്ഷണമാകും. അത് ആ കാലത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും അന്നത്തെ ധർമ്മങ്ങളുടെയും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ വേണം. ഇനി പരമമായിട്ടുള്ള ധർമ്മം എന്താണെന്നുള്ള അറിവോടുകൂടി വേണം ഇതൊക്കെ നോക്കിക്കാണാൻ. അതല്ലെങ്കിൽ വികലമായിട്ടുള്ള ദർശനമായിരിക്കും.
അപ്പൊ സജ്ജനങ്ങളെ സമീപിക്കുക, അറിവുള്ളവരെ സമീപിക്കുക, അവരിൽ നിന്ന് അത് കേൾക്കുക. അപ്പൊ മഹാഭാരതം വായിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല, തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ലോകേ സജ്ജന ഷഡ്പദൈഹി അഹരഹ പേബീയമാനം മുദ. സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ, തേനീച്ചകളാൽ നിരന്തരം പാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു പൂവാണ്, ഒരു താമരയാണ് ഈ ഭാരത പങ്കജം. ആ ഭാരത പങ്കജം കലിമല പ്രധ്വംസി എന്നാ പറയുന്നത്. അതിനെ വിശേഷിപ്പിച്ചതാണ് കലിമല പ്രധ്വംസി ഭാരത പങ്കജം നഹ ശ്രേയസേ ഭൂയാത്. കലിമല പ്രധ്വംസി, കലിയിലെ മാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പൊ കലികാലത്ത് തമോ ഗുണം കൊണ്ട്, അജ്ഞാനം കൊണ്ട് മൂഢരായി അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉള്ളിലുള്ള അജ്ഞാനം നീക്കി, അവരുടെ ഉള്ളിലുള്ള ഇരുട്ട് നീക്കി അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ധാർമ്മിക മാർഗത്തിലേക്ക് നയിക്കുന്ന, യഥോ ധർമ്മ തഥോ ജയ എന്ന് ഉപദേശിക്കുന്ന ആ ശ്രീ മഹാഭാരതം കലിമല പ്രധ്വംസി, കലിയിലെ മാലിന്യങ്ങളെ, മലങ്ങളെ മുഴുവൻ, കൽമഷങ്ങളെ മുഴുവൻ, ജനങ്ങളുടെ ഉള്ളിലുള്ള പാപവികാരങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് കലിമല പ്രധ്വംസി. ആ മഹാഭാരതം ഭാരത പങ്കജം, ഭാരതമാകുന്ന താമര നഹ ശ്രേയസേ ഭൂയാത്, നമ്മുടെ ശ്രേയസ്സിനായി കൊണ്ട് ഭവിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് ജീവിത ദർശനം നൽകി, ശരിയായ വീക്ഷണം നൽകി, ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ശരിയായ വെളിച്ചം നൽകി, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന മന്ത്രത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ.